അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എന്റെ മഹത്വമായ ദൈവമേ, അങ്ങ് മൗനമായിരിക്കരുതേ. എന്തുകൊണ്ടെന്നാൽ ദുഷ്ടന്റെ വായും വഞ്ചകന്റെ അധരങ്ങളും എനിക്കെതിരെ തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ മഹത്വമായ ദൈവമേ, അങ്ങ് മൗനമായിരിക്കരുതേ. എന്തുകൊണ്ടെന്നാൽ ദുഷ്ടന്റെ വായും വഞ്ചകന്റെ അധരങ്ങളും എനിക്കെതിരെ തുറന്നിരിക്കുന്നു. എനിക്കെതിരെ അവർ വ്യാജം പറയുന്നു, വിദ്വേഷവാക്കുകൾ സംസാരിക്കുന്നു, അകാരണമായി അവർ കലഹിക്കുന്നു. സ്നേഹത്തിന് പകരം അവരെന്നെ ദ്വേഷിക്കുന്നു, ഞാനോ അവർക്കായി പ്രാർത്ഥിക്കുന്നു. നന്മയ്ക്ക് പകരം തിന്മയും സ്നേഹത്തിന് പകരം വിദ്വേഷവും അവർ എനിക്ക് നൽകുന്നു. അങ്ങേ വിശിഷ്ടമായ കൃപയെ പ്രതി കർത്താവേ, എന്നെ രക്ഷിക്കണമേ. ഞാൻ ദരിദ്രനും അഗതിയുമാകുന്നു, എന്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കുന്നു. നിഴൽ പോലെ ഞാൻ കടന്നു പോകുന്നു, വെട്ടിലിൽ പോലെ ഞാൻ തുരത്തപ്പെടുന്നു. ഉപവാസത്താൽ എന്റെ കാൽമുട്ടുകൾ ദുർബലമായി, ശരീരം മേധസ്സറ്റ് ക്ഷയിച്ചുപോയി. ഞാനവർക്ക് പരിഹാസപാത്രമായി, കാണുന്നവരെല്ലാം നിന്ദാപൂർവ്വം തലകുലുക്കുന്നു. ദൈവമായ കർത്താവേ, എന്നെ സഹായിക്കണമേ. കൃപാപൂർവ്വം എന്നെ സംരക്ഷിക്കണമേ. അങ്ങയുടെ കരമാണ് ഇവയെല്ലാം ചെയ്തതെന്ന് അവർക്കെല്ലാം ബോധ്യമാകട്ടെ. അവർ ശക്തരാകട്ടെ, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങയുടെ ദാസൻ സന്തോഷിക്കട്ടെ. എന്നെ ദ്വേഷിക്കുന്നവരെ ലജ്ജാവരണം ചെയ്യും, മേലങ്കി പോലെ അവരത് ധരിക്കും. അധരത്താൽ കർത്താവിനെ ഞാൻ സ്തുതിക്കും, ജനസമൂഹത്തിൽ അവിടുത്തെ പുകഴ്ത്തും. നിസ്സഹായനെ ശിക്ഷാവിനെ നിന്ന് രക്ഷിക്കാൻ ദൈവം അവന്റെ വലതുവശത്ത് നിൽക്കും. കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്ത് ഇരിക്കുക. അധികാരത്തിന്റെ ചെങ്കോൽ കർത്താവ് സിഹിയോനിൽ നിന്ന് അയക്കും.
നിന്റെ ശത്രുക്കളുടെ മേലത് ഭരണം നടത്ത്. നിന്റെ ശക്തിയുടെ കാലത്ത് നിന്റെ ജനം മഹത്വപ്പെടട്ടെ. അനാദിയുദരത്തിൽ നിന്ന് വിശുദ്ധിയുടെ പ്രതാപത്തോടെ പൈതലായി നിന്നെ ഞാൻ ജനിപ്പിച്ചു. മെൽക്കിസദേക്കിന്റെ സാദൃശ്യത്തെ നീ എന്നേക്കും പുരോഹിതനാകുന്നു. കർത്താവ് ഇപ്രകാരം ശപഥം ചെയ്തിരിക്കുന്നു, അവിടുന്ന് വ്യാസം പറയുകയില്ല. കർത്താവ് നിന്റെ വലത് ഭാഗത്തുണ്ട്. ക്രോധദിനത്തിൽ അവിടുന്ന് രാജാക്കന്മാരെ തകർക്കും, ജനപദങ്ങളെ വിധിക്കും. വഴിയരികിലെ നീർച്ചാലിൽ നിന്ന് അവൻ പാനം ചെയ്യും, തന്മൂലം അവൻ ശിരസുയർത്ത്. സത്യസന്ധരുടെ സമൂഹത്തെ ഞാൻ ഹൃദയപൂർവ്വം കർത്താവിനെ പുകഴ്ത്തും. കർത്താവിന്റെ പ്രവൃത്തികൾ മഹത്വമാണ്, അവ ഇഷ്ടപ്പെടുന്നവരെല്ലാം അവയെ അന്വേഷിക്കുന്നു. അവിടുത്തെ പ്രവൃത്തികൾ ഉന്നതവും സ്തുത്യർഹവുമാണ്, അവിടുത്തെ നീതി എന്നും നിലനിൽക്കുന്നു. തന്റെ അത്ഭുതകൃത്യങ്ങളുടെ ഓർമ്മ അവിടുന്ന് ശാശ്വതമാക്കി. കർത്താവ് കാരുണ്യവാനും അനുഗ്രഹദായകനുമാണ്. തന്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു, തന്റെ ഉടമ്പടി നിത്യം അനുസ്മരിക്കുന്നു. ജനതകളുടെ ഓഹരി സ്വന്തം ജനത്തിന് നൽകുന്നതിനായി തന്റെ പ്രവൃത്തികളുടെ ശക്തി വെളിപ്പെടുത്തി. സത്യവും നീതിയും അവിടുത്തെ കരവേലയാണ്, അവ എന്നെന്നും നിലനിൽക്കുന്നു. അവിടുത്തെ പ്രമാണങ്ങളെല്ലാം ഉറപ്പുള്ളവയാണ്, സത്യത്തിലും നീതിയിലും അധിഷ്ഠിതങ്ങളുമാണ്. അവിടുന്ന് സ്വന്തം ജനത്തെ വീണ്ടെടുത്തു, തന്റെ ഉടമ്പടി നിത്യം അനുസ്മരിക്കും. അവിടുത്തെ തിരുനാമം പരിശുദ്ധവും ഭീതിജനകവുമാകുന്നു. ദൈവഭയം അറിവിന്റെ ആരംഭമാകുന്നു, അത് പരിശീലിക്കുന്നവർ വിവേകികളാകും. അവിടുത്തെ മഹത്വം നിത്യം നിലനിൽക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കുമാമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ. മിശിഹാ കർത്താവേ, ദിവ്യഭിഷഗ്വരനേ, കനിവുണ്ടാകണമേ. എന്നുടെ ആത്മാവനു നിമിഷം ബലഹീനതയിൽ താഴുന്നു. പ്രതിഫലമൊന്നും വാങ്ങാതെ സൗഖ്യം നൽകും വൈദ്യൻ നീ. എന്നിൽ നിൻ കൃപ നീ ചൊരിയണമേ. അനുതാപത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ. പാപാധിക്യത്താൽ താവക ഹൃദയത്തിൽ വേദനയേറ്റി ഞാൻ. നിന്നുടെ അതരം നിൻ സ്തുതികൾ പാടുന്നെന്നാൽ ചെയ്തികളാൽ നിന്നിൽ കോപമുണർത്തുന്നു. അനുതാപത്തിൻ ഫലമെന്നിൽ ഉളവാക്കാൻ നാഥാ കനിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കരുണാവാരിധിയേ, പശ്ചാത്താപത്താൽ നിന്നെ വിളിക്കുന്നേൻ. നിൻ തുണ എന്നെ താങ്ങായിൽ തെല്ലും ശക്തി എനിക്കില്ല. പാപക്കടലിൽ വീഴാതെ അനുതാപത്തിൽ നിലനിൽക്കാൻ എന്നെന്നും കൃപ നീ തൂകണമേ. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ
സൽക്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പൗലോസ്ലീഹ ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ ഇപ്പോൾ വീണ്ടും എന്നോട് താല്പര്യം കാണിക്കുന്നതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിക്കുന്നു. ഈ താല്പര്യം നിങ്ങൾക്ക് പണ്ടും ഉണ്ടായിരുന്നതാണ്, എന്നാൽ അത് പ്രകടിപ്പിക്കാൻ അവസരമില്ലായിരുന്നല്ലോ. എനിക്ക് എന്തെങ്കിലും കുറവുള്ളതുകൊണ്ടല്ല ഞാൻ ഇത് പറയുന്നത്. കാരണം ഏതു സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം. സമൃദ്ധിയിൽ ജീവിക്കാനും ഏതു സാഹചര്യത്തിലും കഴിയാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അതെ, സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലുമെല്ലാം എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. എങ്കിലും എൻ്റെ ഞെരുക്കങ്ങളിൽ സൗമനസ്യത്തോടെ നിങ്ങൾ പങ്കുചേർന്നു. ഫിലിപ്പിയരെ, സുവിശേഷ പ്രചരണത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ മക്കദോനിയ വിട്ടപ്പോൾ നിങ്ങളൊഴികെ മറ്റൊരു സഭയും എന്നോട് കൊടുക്കൽ വാങ്ങലിൽ പങ്കുചേർന്നില്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഞാൻ തെസലോനിക്കയിൽ ആയിരുന്നപ്പോൾ പോലും എൻ്റെ ആവശ്യത്തിന് 1-2 പ്രാവശ്യം നിങ്ങൾ സഹായം അയച്ചു തന്നു. ഞാൻ ദാനം ആഗ്രഹിക്കുന്നുവെന്ന് വിചാരിക്കരുത്. പിന്നെയോ നിങ്ങൾക്ക് പ്രതിഫലം വർദ്ധിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ആവശ്യത്തിനും അതിലധികം ലഭിച്ചു. എനിക്ക് എല്ലാം തികഞ്ഞിരിക്കുന്നു. കാരണം എപ്പഫ്രാദിത്തോസിൻ്റെ അടുത്ത് നിന്ന് നിങ്ങളുടെ ദാനം ദൈവത്തിന് പ്രസാദിച്ചതും സുരഭിലവും സ്വീകാര്യവുമായ ബലി ഞാൻ സ്വീകരിച്ചു. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. നമ്മുടെ പിതാവായ ദൈവത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. അത് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവൻ്റെ മരണത്തോട് താതാത്മ്യപ്പെടുന്നതിനും വേണ്ടിയാണ്. അങ്ങനെ മരിച്ചവരിൽ നിന്നുള്ള ഉയിർപ്പ് പ്രാപിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏക സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ.
കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര